നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശക ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഷഡ് അശീതിതമോധ്യായഃ. 86-ാമത്തെ അധ്യായത്തില് നാം 27 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 28 മുതൽ 59 വരെയുള്ള ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ബഹുലാശ്വന്റെ വീട്ടിലെത്തി സൽക്കാരമെല്ലാം ഭഗവാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഇനി ശ്രുതദേവന്റെ വീട്ടിലെ കാര്യമാണ്. ശ്രുതദേവന്റെ വീട്ടിലെത്തിയ ഭഗവാനും മുനിമാരെയും ശ്രുതദേവൻ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഇരിപ്പിടത്തിൽ അവരെ ഇരുത്തി പാദം കഴുകി ആ തീർത്ഥം തന്റെയും വീട്ടിലുള്ളവരുടെയും ശിരസിൽ തളിച്ചു. അവൻ ഫലമൂലാദികൾ കൊണ്ട് പൂജാദ്രവ്യങ്ങൾ കൊണ്ടും ഭഗവാനെ സൽക്കരിച്ചു. ഭാര്യയോടും മക്കളോടും ചേർന്നിരുന്ന് ഭഗവാന്റെ പാദങ്ങൾ തലോടി സ്തുതിച്ചു. അങ്ങയുടെ ദർശനം മൂലം ഞങ്ങളുടെ ക്ലേശങ്ങളെല്ലാം തീർന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ബ്രാഹ്മണരെ ശ്രദ്ധിക്കില്ല എന്ന് കണ്ട് ഭഗവാൻ പറയുകയാണ്, എന്നെപ്പോലെ തന്നെ നീ ബ്രാഹ്മണരെയും സേവിക്കണം. എന്നിട്ട് ഭഗവാൻ ശ്രുതദേവനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ബഹുലാശ്വനെയും അനുഗ്രഹിച്ചു. അവസാനം അവർ മോക്ഷം പ്രാപിച്ചു. ഇത്രയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. ഇന്ന് 38 മുതൽ 59 വരെയുള്ള ശ്ലോകം. നേരത്തെ 28 എന്ന് പറഞ്ഞു. 38 മുതലാണ്. ശ്രുതദേവോ അച്യുതം പ്രാപ്തം സ്വഗൃഹാഞ്ജനഗോ യഥാ ന ത്വാമുനീം സുസംഹൃഷ്ടോ ധുന്വൻ വാസോ നനർത്തഃ. ശ്രുതദേവഃ അച്യുതം പ്രാപ്തം സ്വഗൃഹാൻ ജനകഃ യഥാ. ശ്രുതദേവഃ അഭി, ശ്രുതദേവനും അതായത് ബഹുലാശ്വനെ പോലെ ശ്രുതദേവനും ജനകഃ യഥാ, ജനകനെ പോലെ ബഹുലാശ്വനെ പോലെ സ്വഗൃഹാൻ സ്വഭവനങ്ങളെ പ്രാപ്തം പ്രാപിച്ച അച്യുതം കൃഷ്ണനെയും മുനിമാരെയും നത്വ നമസ്കരിച്ചിട്ട് സുസംഹൃഷ്ട ഏറ്റവും സന്തോഷിച്ചവനായി വാസഹ വസ്ത്രത്തെ ധുന്വൻ എറിഞ്ഞുകൊണ്ട് നനർത്തഹ നർത്തനം ചെയ്തു. അപ്പൊ ഇയാളാ മറ്റത് രാജാവല്ലേ, ഇത് സാധാരണ ഒരു ബ്രാഹ്മണനല്ലേ. അപ്പോ ഇവരെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു, അടങ്ങാത്ത ആനന്ദത്താൽ അയാളുടെ ഉത്തരീയ മേൽപോട്ടെറിഞ്ഞ് ചാടിക്കളിച്ചു. ഭഗവാൻ എന്റെ വീട്ടിൽ വന്നല്ലോ എന്ന് സന്തോഷിച്ച് ഉത്തരീയം എടുത്ത് മുകളിലോട്ടെറിഞ്ഞ് ചാടിക്കളിക്കുകയാണ് ശ്രുതദേവൻ. ശ്രുതദേവോ അച്യുതം പ്രാപ്തം സ്വഗൃഹാഞ്ജനഗോ യഥാ ന ത്വാമുനീൻ സുസംഹൃഷ്ടോ ധുന്വൻ വാസോ നനർത്തഃ. ശ്ലോകം 39. തൃണപീഠ ഭൃസീഷ്വേതാൻ ആനീതേഷു ഉപവേശ്യ സ്വാഗതേന അഭിനന്ദ്യാഘ്രീൻ സഭാര്യോ അവനിജേ മുദാം. തൃണപീഠ, അപ്പൊ ബഹുലാശ്വന്റെ അവിടെ പോയപ്പോൾ നല്ല ശ്രേഷ്ഠമായ ആസനങ്ങൾ. പക്ഷെ ഇത് പാവപ്പെട്ട ബ്രാഹ്മണനാണല്ലോ ശ്രുതദേവൻ. അപ്പോൾ ഇവിടുത്തെ ആസനം എന്താണ്? അനീതേഷു കൊണ്ടുവരപ്പെട്ട തൃണപീഠ വൃക്ഷീഷു പുല്ലുകൊണ്ടുണ്ടാക്കപ്പെട്ട ഇരിപ്പിടം. ദർഭ, മുഞ്ച മുതലായ പുല്ലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഏതാൻ ഇവരെ ഭഗവാനെയും മുനിമാരെയും ഉപവേശ്യ ഇരുത്തിയിട്ട് ഭാര്യ സഹിതനായി മുത സന്തോഷത്തോടെ സഹ അവൻ
അംഗ്രീം പാദങ്ങളെ അവനിജെ കഴുകി. ഭഗവാന്റെയും മുനിമാരെയും പാദങ്ങൾ അവൻ കഴുകി. അപ്പൊ ദർഭ കൊണ്ടും പുല്ലുകൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി അതിൽ ഭഗവാനെയും മുനിമാരെ ഇരുത്തിയിട്ട് അവരുടെ കാലുകൾ കഴുകിയിട്ട് എന്ത് ചെയ്തു? അതിനെ പാദങ്ങൾ കഴുകി അത് ശിരസിൽ തളിച്ചു. തൃണപീഡ ബ്രസീഷ്വേതാൻ ആനീതേഷു ഉപവേശ്യസ സ്വാഗതേന അഭിനന്ദ്യാഗ്രീൻ സഭാര്യോ അവനിജേ മുദാം. ശ്ലോകം 40. തദംഭസ മഹാഭാഗ ആത്മാനം സഗൃഹാന്വയം സ്നാപയാ ചക്ര ഉദ്ധർഷോ ലപ്ത സർവമനോരഥ. തദ അംബസ, അതായത് ഭഗവാന്റെയും മുനിമാരുടെയും കാലുകൾ കഴിയ തദ അംബസ, വെള്ളം കൊണ്ട്. മഹാഭാഗ, മഹാഭാഗ്യവനായ ശുതദേവൻ എന്ത് ചെയ്തു? സ്വഗൃഹാന്വയം, ഗൃഹങ്ങളോടും വംശത്തോടും കൂടിയ ആത്മാനം തന്നെ, അതായത് വീട്ടിലുള്ള എല്ലാ പേരെയും സ്നാപയാ ചക്രെ കുളിപ്പിച്ചു. ആ വെള്ളം കൊണ്ട് എല്ലാവരുടെ പുറത്തൊഴിച്ചു. ഉത്തർഷ, ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയവനായി. ലപ്ത സർവമനോരഥ, ലഭിക്കപ്പെട്ട സർവ ആഗ്രഹങ്ങളോടും കൂടിയവനായി ഭവിച്ചു. അപ്പൊ ഭഗവാൻ വീട്ടിൽ വന്നപ്പോൾ ഇനി അവന് ഒരാഗ്രഹങ്ങളും സാധിക്കാനില്ല. സർവ ആഗ്രഹങ്ങളും സാധിച്ച മട്ടിൽ അവൻ വളരെയധികം സന്തോഷിച്ചു. അതായത് ഭഗവാന്റെയും മുനിമാരുടെയും കാല് കഴി വെള്ളം കൊണ്ട് അവരുടെ ശരീരം മുഴുവൻ തളിച്ചു. തദംഭസ മഹാഭാഗ ആത്മാനം സ്വഗൃഹാന്വയം സ്നാപയാ ചക്ര ഉദ്ധർഷോ ലപ്ത സർവമനോരഥ. ശ്ലോകം 41. ഫലാർഹണോ ഉശീര ശിവാമൃതാംബുഭിർ മൃദാസുരഭ്യ തുളസീകുശാംബുജൈ ആരാധയാമാസ യഥോപപന്നയാ സപര്യയാ സത്വവിവർദ്ധനാന്തസ. ഫല അർഹണ ഉശീര ശിവ അമൃത അംബുഭി. ഫലങ്ങൾ, ഫല അർഹണ പൂജാദ്രവ്യങ്ങൾ, ഉശീര രാമച്ചം, ശിവ അമൃതാംബു നിർമ്മലവും അമൃതപോലെ സ്വാദുള്ളതുമായ ജലം ഇവ കൊണ്ടും, സുരഭ്യ നല്ല വാസനയുള്ള, മൃത മൃത്തുകൊണ്ടും, അതായത് കസ്തൂരി വാസനയുള്ള കസ്തൂരി കൊണ്ടും, തുളസി കുശാംബുജൈ തുളസി ദർഭ താമര ഇവ കൊണ്ടും, തുളസി കുശ അംബുജൈ തുളസി ദർഭ അംബുജൈ താമര ഇവ കൊണ്ടും, യഥോപപന്നയ അനാസന ലഭിച്ചതായ സപര്യ പൂജ കൊണ്ടും, സത്വവിവർദ്ധനാന്തസ സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്ന അന്നം കൊണ്ടും ആരാധയാമാസ പൂജിച്ചു. അപ്പോ രാജാവ് പൂജിച്ചതുപോലെ പൂജിക്കാൻ ശുദ്ധദേവന് കഴിയുകയില്ല. പാവപ്പെട്ട അന്നന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് നിത്യവൃത്തി കഴിക്കുന്ന ഒരു ബ്രാഹ്മണനാണ്. അപ്പോൾ അയാൾക്ക് കിട്ടിയ സാധനങ്ങൾ കൊണ്ട് ഭഗവാനെ നല്ലവണ്ണം അയാളും പൂജിച്ചു. ഭഗവാന് ആരെന്താണോ ഭക്തിയോടുകൂടി കൊടുത്താൽ മതി, അല്ലേ? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയോടുകൂടി തന്നാൽ ഭഗവാൻ അത് സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ കിട്ടിയ നെല്ലിക്ക, മാതളങ്ങ തുടങ്ങിയ ഫലങ്ങള്, ചന്ദനം, പുഷ്പം, പൂവ്, ധൂപം, പൂജാദ്രവ്യങ്ങൾ, രാമച്ചത്തിന്റെ വേര് മുതലായ ശീതളദ്രവ്യങ്ങളിട്ട് തണുപ്പിച്ചതും അമൃത് പോലെ സ്വാദുള്ളതുമായ ജലം, നല്ല വാസനയുള്ള കസ്തൂരി മുതലായ പദാർത്ഥം, തുളസി ദർഭ താമര മുതലായവയുടെ ദളങ്ങൾ, ഇങ്ങനെ പ്രയത്നം കൂടാതെ സിദ്ധിക്കുന്നതും സത്വഗുണത്തെ വർദ്ധിപ്പിക്കുന്നതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവ കൊണ്ട് ശുദ്ധദേവൻ ഭഗവാനെ അതുപോലെ മുനിമാരെയും പൂജിച്ച് സൽക്കരിച്ചു. ഫലാർഹണോ ശീര ശിവാമൃതാംബുഭിർ മൃദാസുരഭ്യ തുളസീ കുശാംബുജൈ ആരാധയാമാസ യഥോപപന്നയ സപര്യയാ സത്വവിവർദ്ധനാന്തസ. ശ്ലോകം 42. സ തർക്കയാമാസ കുതോ മമാന്വഭൂത്
ഗൃഹാന്തകൂപേ പതിതസ്യ സംഗമഃ യസർവതീർത്ഥാസ്പദ പാദരേണുഭി കൃഷ്ണേന ചാസ്യാത്മനികേത ഭൂസുരൈഃ സഹ തർക്കയാമാസ കുതഃ മമ അന്വ അഭൂത് ഗൃഹാന്തകൂപേ. ഗൃഹാന്തകൂപത്തിൽ, അതായത് സംസാരമാകുന്ന പൊട്ടക്കിണറ്റില്, ഗൃഹം പുത്രമിത്രാദികള് ഭാര്യ ഇങ്ങനെ സംസാരബന്ധരൂപമായ പൊട്ടക്കിണറ്റിൽ പതിച്ചിരുന്ന മമ എനിക്ക് കൃഷ്ണനോടും സർവതീർത്ഥാസ്പദ പാദരേണുഭി സർവതീർത്ഥങ്ങളുടെയും ആസ്പദമായ പാദതൂടികളോടുകൂടിയ അസ്യ ഇവന്റെ ആത്മനികേതന ഭൂസുരൈഹി മൂർത്തിയുടെ വാസസ്ഥലങ്ങളായിരിക്കുന്ന ബ്രാഹ്മണരോടും യഹസംഗമ യാതൊരു ചേർച്ച ഉദഹ എങ്ങനെ അന്വഭൂത് അനുഭവമായി എന്ന് സഹ അവൻ തർക്കയാമാസ അവൻ ആലോചിച്ചു. അപ്പൊ എനിക്കെങ്ങനെയാണ്, ഈ പാവപ്പെട്ട എനിക്കെങ്ങനെയാണ് സകല തീർത്ഥങ്ങൾക്കും ആസ്പദമായ പാദരേണുക്കളോടുകൂടിയ ഭഗവാന്റെയും അതുപോലെ ഈ മുനിമാരുടെയും ഈ സംഗമം, ചേർച്ച എനിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് അയാൾ ആലോചിക്കുകയാണ്. സതർക്കയാമാസ കുതോ മമാന്വഭൂത് ഗൃഹാന്തകൂപേ പതിതസ്യ സംഗമ യസർവതീർത്ഥാസ്പദ പാദരേണുഭി കൃഷ്ണേന ചാസ്യാത്മനികേത ഭൂസുരൈഃ. ശ്ലോകം 43. സോപവിഷ്ടാൻ കൃതാദിത്യാൻ ശുതദേവ ഉപസ്ഥിതഃ സഭാര്യ സ്വജനാപത്യ ഉവാച അംഘ്രി അഭിമർശനഃ. സൂപവിഷ്ടാൻ കൃതാദിത്യാൻ കൃതമായ ആദിത്യത്തോട് കൂടിയവരും, അതായത് ആദിത്യ മര്യാദ അനുസരിച്ച് ശ്രുതദേവൻ അവർക്കെല്ലാം പൂജകൾ ചെയ്തു. സൂപവിഷ്ടാൻ സുഖമായ വണ്ണം ഇരിക്കുന്നതുമായ അവരെ, ഇപ്പൊ കുശപ്പുല്ലക്കത്തെ ആണല്ലോ മുനിമാരൊക്കെ ഇരിക്കുന്നത്, അപ്പൊ ആ മുനിമാർക്കെല്ലാം അതും ഇഷ്ടമാണ്. അവരെ ശ്രുതദേവൻ അവരെ ഇരുത്തിയിട്ട് സഭാര്യ സ്വജനാപത്യ ഭാര്യ സ്വജനങ്ങൾ മക്കൾ ഇവരോട് കൂടിയവനായി അർഘ്യ അഭിമർശന പാദത്തെ തലോടുന്നവരായിട്ട് ഉവാച പറഞ്ഞു. സമീപത്തിരുന്ന് കൃഷ്ണന്റെ പാദങ്ങൾ തലോടി. ഭാര്യയും മക്കളും എല്ലാരും കൂടെ വന്ന് കൃഷ്ണന്റെ പാദം തലോടിയിട്ട് അവനിങ്ങനെ പറഞ്ഞു. ശ്രുതദേവൻ സൂപവിഷ്ടാൻ കൃതാദിത്യാൻ ശ്രുതദേവ ഉപസ്ഥിതഃ സഭാര്യ സ്വജനാപത്യ ഉവാചാംഘ്രി അഭിമർശനഃ. ശ്രുതദേവ ഉവാച. ശ്ലോകം 44. ജ്ഞാദ്യനോ ദർശനം പ്രാപ്ത പരമപൂരുഷ യർഹീദം ശക്തിഭി സൃഷ്ട്വാ പ്രവിഷ്ടോ ഹി ആത്മസത്തയാം. ന ആദ്യ നഹ ദർശനം പ്രാപ്ത പരമപൂരുഷ. പരമപുരുഷനായ ത്വം അങ്ങ് ആദ്യ പരം ഇപ്പോൾ മാത്രം ഞങ്ങൾക്ക് ദർശനത്തെ പ്രാപ്തനല്ല. അതോ പരമപുരുഷനായ അങ്ങ് ഇപ്പോൾ മാത്രമല്ല ഞങ്ങൾക്ക് ദൃശ്യനായി ഭവിച്ചത്. യർഹി എപ്പോൾ ഇതിനെ ശക്തിഭിഹി സ്വശക്തികളെ കൊണ്ട് സൃഷ്ടിച്ചിട്ട്, അതായത് ഈ ലോകത്തെ ഭഗവാന്റെ ശക്തി കൊണ്ട് സൃഷ്ടിച്ചിട്ട്, അതായത് പഞ്ചഭൂതങ്ങളെ കൊണ്ടും മറ്റും സൃഷ്ടിച്ചിട്ട് ആത്മസത്തയാൽ പ്രവിഷ്ട അങ്ങ് അതിൽ പ്രവേശിച്ചു. ഭഗവാൻ ഈ ലോകത്തെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിട്ട് ഭഗവാൻ അതിൽ പ്രവേശിച്ചു. അപ്പോൾ മാത്രമേ അവ സത്താവുകയുള്ളൂ. അല്ലെങ്കിൽ അവയെല്ലാം ജഡങ്ങളാണ്. ഭഗവാൻ പ്രവേശിച്ചാൽ മാത്രമേ അതിന് ചൈതന്യമുണ്ടാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ
പ്രവേശിച്ച അന്നു മുതൽക്ക് തന്നെ അങ്ങ് ഞങ്ങൾക്ക് ദർശനം നൽകിയിരിക്കുന്നു. അപ്പോൾ ഓരോ മനുഷ്യരിലും വൃക്ഷങ്ങളിലും ഫലങ്ങളിലും എല്ലാത്തിലും ഭഗവാൻ പ്രവേശിക്കണം, എങ്കിൽ മാത്രമേ അതിന് ചൈതന്യം കിട്ടുകയുള്ളൂ. അപ്പൊ ശ്രുതവേദം പറയുകയാണ്, ഇപ്പോൾ മാത്രമല്ല ദർശനം, അങ്ങ് എന്നാണോ ലോകസൃഷ്ടി നടത്തി അതിൽ അനുപ്രവേശിച്ചത് അന്ന് മുതൽ തന്നെ ഞങ്ങൾക്ക് ദർശനം കിട്ടിയിരിക്കുകയാണ്. അതായത് എല്ലാവരുടെ ഉള്ളിലും ആത്മാവായി പ്രവേശിച്ചിട്ട്. ശ്രുതദേവവാച നാദ്യനോ ദർശനം പ്രാപ്ത പരമപൂരുഷ യർഹീതം ശക്തിഭി സൃഷ്ട്വാ പ്രവിഷ്ടോ ഹി ആത്മസത്തയാം. ശ്ലോകം 45. യഥാശയാന പുരുഷോ മനസ്സൈവാത്മമായയാ സൃഷ്ട്വാ ലോകം പരം സ്വാപ്നം അനുവിശ്യ അവഭാസതേ. യഥാ ശയാന പുരുഷോ, ശയാന പുരുഷ, ശയിക്കുന്ന പുരുഷൻ, ആത്മമായയാ, ആത്മാവായ അങ്ങയുടെ മായാസ്വരൂപമായ, മനസൈവ ആത്മമായ, മനസ ഏവ, മനസ്സിനാൽ തന്നെ, സ്വാപ്നം പരം ലോകം, സ്വപ്നമായി തന്നെ ഇരിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട്, അനുവിശ്യ അതിൽ പ്രവേശിച്ചിട്ട്, തഥാ അവഭാസതേ പ്രകാശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന പുരുഷൻ ആത്മാവിന്റെ മായാശക്തിയുടെ സ്വരൂപമായ മനസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ട സ്വപ്നപദാർത്ഥങ്ങളിൽ പ്രവേശിച്ചിട്ട് സ്വദേഹമായും സ്വപ്നപദാർത്ഥമായും അത് രണ്ടിലും വിളങ്ങുന്ന ചേതനയായും എങ്ങനെ പ്രകാശിക്കുന്നുവോ, അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും സ്വപ്നത്തിലും എല്ലാം ആ ചൈതന്യം അവിടെ ഉണ്ട്. സ്വപ്നത്തില് എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഉറങ്ങും, പക്ഷെ ഉറങ്ങാതെ ഒരു ചൈതന്യമുണ്ട്. അപ്പൊ അങ്ങനെ സ്വപ്നത്തിലായാലും സുഷുപ്തിയിലായാലും, സ്വപ്നത്തിൽ മനസ്സിന് ഉണർച്ചയുണ്ട്, പക്ഷെ സുഷുപ്തിയിലാകുമ്പോഴാ മനസ്സ് ഉറങ്ങിപ്പോവും. അപ്പോഴും ചൈതന്യവത്തായിരിക്കുന്ന ആ ഭഗവാൻ. അപ്പോൾ അങ്ങനെ സ്വപ്നങ്ങളിലായാലും സുഷുപ്തിയിലായാലും അല്ലെങ്കിൽ ഉണർന്നിരിക്കുമ്പോഴായിരുന്നാലും ജാഗ്രതയിലായാലും, അപ്പോൾ അങ്ങ് ചേതന സ്വരൂപനായി വിളങ്ങുന്നു. അതുപോലെ ഭഗവാൻ അങ്ങയുടെ ശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൽ പദാർത്ഥങ്ങളായും അവയുടെ അന്തർഗതമായിരിക്കുന്ന ചൈതന്യമായും വിളങ്ങുന്നു. അപ്പോൾ പദാർത്ഥങ്ങളും ഭഗവാൻ തന്നെയാണ്, ഉപാദാന കാരണവും അതിന്റെ പരമകാരണവും എല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ പദാർത്ഥങ്ങളായിട്ടും ചൈതന്യമായിട്ടും ഭഗവാൻ വിളങ്ങുന്നു. യഥാശയാന പുരുഷോ മനസ്സൈവാത്മമായയാ സൃഷ്ട്വാ ലോകം പരം സ്വാപ്നം അനുവിശ്യ അവഭാസയതേ. ശ്ലോകം 46. ശൃണ്വതാം ഗതയാം ശശ്വത് അർച്ചതാം ത്വാ അഭിവന്ദതാം നൃണാം സംവദാം അന്തർ ഹൃദിഭാസ്യ അമലാത്മനാം. ശൃണ്വതാം ഗതയാം ശശ്വത് അർച്ചതാം ത്വാഭിവന്ദതാം. ത്വാ നിന്തിരുവടിയെ ശൃണ്വത കേൾക്കുന്നവരും, ഗതതാം പറയുന്നവരും, ശശ്വത് എപ്പോഴും, അർച്ചതാം അർച്ചിക്കുന്നവരും, അഭിവന്ദത അഭിവന്ദിക്കുന്നവരും, സംവദാം സംവാദം ചെയ്യുന്നവരുമായ അമലാത്മന നിർമ്മലാത്മാക്കളായ നൃണാം മനുഷ്യരുടെ ഹൃദയത്തിനുള്ളിൽ ഭാസി ശോഭിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവരും കീർത്തിക്കുന്നവരും ഭഗവാനെ വന്ദിക്കുന്നവരും എപ്പോഴും പൂജിക്കുന്നവരും അന്യോന്യം ഭഗവാന്റെ തത്വത്തെ പറഞ്ഞു ബോധിപ്പിക്കുന്നവരും എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നു. അങ്ങനെയുള്ളവർ കൂടി അങ്ങയെ ഉൾക്കമലത്തിൽ ജ്ഞാനദൃഷ്ടിയാൽ കാണുന്നതേ ഉള്ളൂ. അപ്പൊ യോഗിമാർ പോലും ഭഗവാനെ ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്കാണെങ്കിലോ ഇപ്പോൾ മാംസ ചക്ഷുക്കൾ കൊണ്ട്, യഥാർത്ഥ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. മറ്റത് അവർക്ക് മനസ്സിലാണ്, ഉള്ളിലാണ് കാണാൻ സാധിക്കുന്നത്. ഇതങ്ങനെയല്ല, നേരെ പ്രത്യക്ഷമായിട്ട് തന്നെ എനിക്ക് മാംസചക്ഷുഷുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നു. ഞങ്ങളുടെ ഭാഗ്യാതിശയം തന്നെയാണ്. ശൃണ്വതാം ഗതയാം ശശ്വത് അർച്ചായാം ത്വാഭിവന്ദ്യതാം നൃണാം സംവദതാം അന്തർ ഹൃദിഭാസ്യാമലാത്മനാം. ശ്ലോകം 47. ഹൃദിസ്ഥോ അപ്യതിദൂരസ്ഥ കർമ്മവിക്ഷിപ്ത ചേതസാം ആത്മശക്തിഭിരഗ്രാഹ്യോ അപ്യന്തു ഉപേത ഗുണാത്മനാം.
ഹൃദിസ്ഥ അപി അതിദൂരസ്ഥ കർമ്മ വിക്ഷിപ്ത ചേതസ. ഹൃദിസ്ഥാപി ഹൃദയത്തിൽ ഇരിക്കുന്നവനാണ് ഭഗവാൻ. എങ്കിലും കർമ്മ വിക്ഷിപ്ത ചേതസ കർമ്മങ്ങളാൽ വിക്ഷേപിക്കപ്പെട്ട മനസ്സോടുകൂടിയവർക്ക് അതിദൂരസ്ഥ അതിദൂരത്തിലിരിക്കുന്നവനാകുന്നു. ആത്മശക്തിഭിഹി ആത്മാവിന്റെ ശക്തികളാൽ ഗ്രഹിക്കപ്പെടാൻ കഴിയാത്തവനാണ്. ഉപേത ഗുണാത്മന സ്വീകരിച്ച ഗുണത്തോടുകൂടിയവർക്ക് അന്തികത്തിലാകുന്നു. അപ്പോ ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിനുള്ളിലാണ്. പക്ഷെ നമ്മൾ ഭഗവാനെ അന്വേഷിക്കുന്നതോ ദൂരത്തിലാണ് അന്വേഷിക്കുന്നത്, അല്ലേ? ഭഗവാനെ ഇങ്ങനെ അന്വേഷിച്ച് നമ്മള് ക്ഷേത്രങ്ങൾ തോറും നടക്കുകയാണ്. ഭഗവാനെ എവിടെയെങ്കിലും നമുക്ക് കണ്ടു കിട്ടുമോ? ഇല്ല. അവസാനം ഉള്ളിലോട്ട് നോക്കിയാലേ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങുമിങ്ങും അലഞ്ഞ മനസ്സോട് കൂടിയവർക്ക് ഭഗവാൻ ഹൃദയത്തിൽ ഇരിക്കുന്നുവെങ്കിലും അത് ദൂരെയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭഗവാനെ അന്വേഷിച്ചല്ലേ നമ്മൾ ക്ഷേത്രങ്ങൾ തോറും നടക്കുന്നത്. എവിടെ ഇരിക്കുന്നു? ഉള്ളിൽ ഭഗവാനെ വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. കസ്തൂരി മൃഗം അതിന്റെ ഉള്ളിലുള്ള കസ്തൂരിയുടെ മണമറിയാതെ അത് അന്വേഷിച്ച് പല സ്ഥലത്ത് നടക്കുന്ന പോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ എല്ലായിടത്തും ഭഗവാനെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ അന്ധകരണ ശുദ്ധിയുള്ളവർക്ക് അത് ഹൃദയത്തിൽ സ്ഫുരിക്കുകയും ചെയ്യും. ഉള്ളില് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയും ചെയ്യും. ഹൃദിസ്ഥോപ്യതിദൂരസ്ഥ കർമ്മവിക്ഷിപ്ത ചേതസാം ആത്മശക്തിഭിരഗ്രാഹ്യോ അപ്യന്തു ഉപേത ഗുണാത്മനാം. ശ്ലോകം 48. നമോസ്തുതേ അധ്യാത്മവിദാംബരാത്മനെ അനാത്മനെ സ്വാത്മവിഭക്ത മൃത്യവേ സകാരണാകാരണ ലിംഗമീയുഷേ സ്വമായയാ സംവൃതരുദ്ധദൃഷ്ടയേ. നമോസ്തു തേ അധ്യാത്മവിദാം പരാത്മനെ. അധ്യാത്മവിദാം ആത്മാവിനെ അറിഞ്ഞവർക്ക്, പരാത്മനെ പരമാത്മാവായി. ആത്മാവിനെ അറിഞ്ഞവർക്ക്, ഞാൻ ശരീരമല്ല ആത്മാവെന്നറിഞ്ഞവർക്ക് ഭഗവാനെ പരമാത്മാവായും അനാത്മനെ ആത്മാവല്ലാത്തതായും സ്വാത്മവിഭക്ത മൃത്യവേ ആത്മാവിൽ നിന്ന് വിഭജിക്കപ്പെട്ടവർക്ക് മൃത്യുസ്വരൂപനായിട്ട് ഭഗവാനെ അറിയപ്പെടുന്നു. അതായത് തത്വത്തെ വേർതിരിച്ചറിഞ്ഞവർ ഭഗവാനെ പരമാത്മാവായി അറിയുന്നു. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ മോക്ഷം നൽകും. ദേഹാദികളെ ഞാനെന്ന് അഭിമാനിക്കുന്നവർക്കോ ഭഗവാൻ എങ്ങനെയാണ്? ജീവസ്വരൂപനായിരിക്കുന്നു. അവർക്ക് ബന്ധം ഭഗവാൻ തന്നെ നൽകുന്നു. അവർക്ക് ദേഹാഭിമാനം ഉണ്ടാകുന്നു. അവർക്ക് മൃത്യുസ്വരൂപനായും സകാരണ അകാരണ ലിംഗം സകാരണമായും അകാരണമായിരിക്കുന്ന ഉപാധിയെ യൂഷെ പ്രാപിച്ചവനും സ്വമായ മായ കൊണ്ട് സംവൃത്ത രുദ്രദൃഷ്ടയെ മൂടപ്പെട്ടവർക്ക് തടസ്സപ്പെട്ട ദൃഷ്ടിയോടുകൂടവേ, അതായത് മായാമോഹിതരായവർക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുകയില്ല. അവർക്ക് ആ മായയുടെ ആവരണം നീങ്ങിയാൽ മാത്രമേ ഭഗവാനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അന്ധകരണശുദ്ധി ഇല്ലാത്തവർക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള അങ്ങയ്ക്കായിക്കൊണ്ട് നമഃ അസ്തു, നമസ്കാരം ഭവിക്കുമാറാകട്ടെ എന്ന് പറയുകയാണ്. അങ്ങയുടെ മായയ്ക്ക് അങ്ങയെ മറയ്ക്കാൻ ശക്തിയില്ലാത്തതിനാൽ അങ്ങ് സംസാരത്താൽ ബന്ധിക്കപ്പെടാത്തവനാകുന്നു. ഭഗവാൻ മായ നമ്മളെ മറയ്ക്കും, പക്ഷെ ഭഗവാനെ മറയ്ക്കാൻ മായയ്ക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ സംസാരത്താൽ ബന്ധിക്കപ്പെടാത്തവനാണ് ഭഗവാൻ. പക്ഷേ അങ്ങയുടെ മായ കൊണ്ട് മറയ്ക്കപ്പെട്ട സാമാന്യ ജനങ്ങൾക്ക് അറിയപ്പെടാൻ സാധിക്കുകയില്ല. മായ മൂലം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ഉഭയലിംഗത്തെ ധരിച്ചവനാണ്. അപ്പൊ മായാമറ നീങ്ങുന്നവർക്ക് ഭഗവാനെ കാണാൻ പറ്റും, മായാമറ ഉള്ളവർക്ക് ഭഗവാനെ കാണാൻ പറ്റുകയില്ല. അന്ധകരണ ശുദ്ധിയുള്ളവർക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കും, അന്ധകരണ ശുദ്ധി ഇല്ലാത്തവർക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ മായ കൊണ്ടാണ് നമുക്ക് ദേഹാഭിമാനം ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ ഞാൻ ദേഹമാണെന്ന് വിചാരിക്കുന്നവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയില്ല. ഞാൻ ദേഹമല്ല ആത്മാവാണെന്ന് വിചാരിക്കുന്നവർക്ക് ആത്മസ്വരൂപത്തെ, ആ മായയുടെ ആവരണം നീങ്ങുമ്പോൾ ആത്മസ്വരൂപത്തെ കാണാൻ സാധിക്കുന്നു.
നമോസ്തുതേ അധ്യാത്മവിദാംബരാത്മനെ അനാത്മനെ സ്വാത്മവിഭക്തമൃത്യവേ സകാരണാകാരണലിംഗമീയുഷേ സ്വമായയാ സമൃതരുദ്ധദൃഷ്ടയേ. ശ്ലോകം 49. സപ്തം ശാത്തി സ്വഭൃത്യാന കിം ദേവ കരവാമഹേ ഏതതന്തോ നൃണാം ക്ലേശോ യദ്ഭവാൻ അക്ഷഗോചര. സഹാത്വം ശാതി സ്വഭൃത്യാത് നഖ. സഹാത്വം ആ നിന്തിരുവടി സ്വഭൃത്യാൻ സ്വന്തം ദാസന്മാരായ നഖ ഞങ്ങളെ ശാതി ശാസിച്ചാലും, അതായത് ഞങ്ങൾ അങ്ങയുടെ ഭൃത്യന്മാരാണ്, ഞങ്ങളെ ശാസിച്ചാലും. ദേവ ഹേ ദേവ കിം എന്തോന്ന് കരവാമഹേ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നൃണ മനുഷ്യർക്ക് ഭവാൻ അങ്ങ് എപ്പോൾ അക്ഷഗോചര ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായി ഭവിക്കുന്നുവോ ഏതത് അന്തഃ ഇതാകുന്ന അവസാനത്തോട് കൂടിയതാകുന്നു. ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എന്തോന്നാണ് ചെയ്യേണ്ടെന്ന് കൽപ്പിക്കണമേ. മനുഷ്യർക്ക് ക്ലേശം അങ്ങയുടെ ദർശനം സിദ്ധിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ക്ലേശനിർമുക്തരായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറയണം. സത്വം ശാതി സ്വഭൃത്യാന്ന കിം ദേവകരവാമഹേ ഏതതന്തോ നൃണാം ക്ലേശോ യദ്ഭവാനക്ഷ ഗോചരഃ. ശ്ലോകം 50. ശ്രീശുകവാച തദുക്താം ഉപാകർണ്യ ഭഗവാൻ പ്രണതാർത്തിഹ ഗൃഹീത്വാ പാണിനാ പാണിം പ്രഹസം തം ഉവാചഃ. തദ് ഉക്തം ഇതി ഉപാകർണ്യ. ഇതി ഇപ്രകാരം തദുക്തം അവനാൽ പറയപ്പെട്ടതിനെ ഉപാകർണ്യ കേട്ടിട്ട്, സുതദേവൻ പറഞ്ഞതിനെ കേട്ടിട്ട്, പ്രണതാർത്തിഹ പ്രണതന്മാരുടെ ആർത്തിയെ ഹനിക്കുന്ന ആശ്രയിക്കുന്നവരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന ഭഗവാൻ കൃഷ്ണൻ പാണിന കൈകൾ കൊണ്ട് പാണിൻ കൈയിനെ ഗൃഹീത്വ പിടിച്ചിട്ട്, ഭഗവാന്റെ കൈ കൊണ്ട് അവന്റെ കയ്യെ പിടിച്ചിട്ട്, പ്രഹസൻ മന്ദഹാസം ചെയ്യുന്നവനായി തം ഉവാച അവനോട് പറഞ്ഞു. ഭഗവാൻ അവന്റെ കയ്യെ പിടിച്ചിട്ട് അവനോട് പറയുകയാണ്. ശ്രീശുകവാച തത് ഉക്തമിത്യുപാകർണ്യ ഭഗവാൻ പ്രണതാർത്തിഹ ഗൃഹീത്വാ പാണിനാ പാണിം പ്രഹസം തം ഉവാചഹാം. ശ്ലോകം 51. ശ്രീഭഗവാനുവാച ബ്രഹ്മം സ്തേ അനുഗ്രഹാർത്ഥായ സംപ്രാപ്താൻ വിദ്യ അമൂന്മുനീം സഞ്ചരന്തി മയാ ലോകാൻ പുനന്ത പാദരേണുഭിः. ഇപ്പൊ ഭഗവാൻ പറയാണ്, ബ്രഹ്മൻ തേ അനുഗ്രഹാർത്ഥായ സംപ്രാപ്താൻ വിദ്ധി അമൂൻ മുനി. ബ്രഹ്മൻ ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, അമൂൻ മുനി ഈ മുനികളെ തേ അങ്ങയുടെ അനുഗ്രഹാർത്ഥമായ അനുഗ്രഹമാകുന്ന പ്രയോജനത്തിനായിക്കൊണ്ട് സംപ്രാപ്താൻ പ്രാപിച്ചവരായി വിദ്ധി അറിഞ്ഞാലും. അതായത് ഭഗവാൻ വിചാരിച്ചു ഭഗവാനെ മാത്രമേ ഇയാൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ആ ശ്രേഷ്ഠന്മാരായ മുനിമാർ വന്നിട്ട് അയാൾ മുനിമാരോടൊന്നും പറയുന്നില്ല, എല്ലാം ഭഗവാനോടല്ലേ. അപ്പൊ ഭഗവാൻ വിചാരിക്കുകയാണ് അവരിലുള്ള ഭക്തി കുറഞ്ഞതുപോലെ ഭഗവാന് തോന്നി. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈ മുനിമാരെല്ലാം വന്നിരിക്കുന്നത്. ലോകങ്ങളെ പാദരേണുഭിഹി പാദതൂളികൾ കൊണ്ട് പുനന്ത പരിശുദ്ധരാക്കുന്നവരായിട്ട് മയ എന്നോടുകൂടി സഞ്ചരിക്കുന്നു. അപ്പൊ ഇവർ അവരുടെ പാദരേണുക്കൾ കൊണ്ട് ലോകത്തെ പരിശുദ്ധമാക്കാൻ വേണ്ടിയാണ് എന്നോടുകൂടി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ കൂടെ നീ ശ്രദ്ധിക്കണം. അപ്പൊ തന്നിൽ ആദരവ് കൂടുതലും മുനിമാരിൽ ആദരവ് കുറവുമാണെന്ന് തോന്നി ഭഗവാൻ തങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ബ്രാഹ്മണരിൽ ഉണ്ടായിരിക്കണം എന്ന് ഇനിയുള്ള 7 ശ്ലോകങ്ങൾ കൊണ്ട് സുതദേവനോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അപ്പൊ എപ്പോഴും ബ്രാഹ്മണരെ പൂജിക്കുക, അതാണ് ഭഗവാൻ നേരത്തെ തൊട്ട് പലതിലും നമ്മൾ പഠിച്ചു. ബ്രാഹ്മണരെ പൂജിക്കണം എന്നാണ് പറയുന്നത്. ബ്രഹ്മം സ്തേ അനുഗ്രഹാർത്ഥായ സംപ്രാപ്തൻ വിദ്യ മുൻമുനിയും സഞ്ചരന്തി മയാ ലോകാൻ പുനന്തപാദരേണുഭിः. ശ്ലോകം 52. ദേവാക്ഷേത്രാണി തീർത്ഥാനി ദർശനസ്പർശനാർച്ചനൈഃ ശനൈ പുനന്തി കാലേന തദപ്യർഹത്തമേക്ഷയാം. അർഹത്വം ഈക്ഷയ എന്നാണ്. അതാണ് അർഹത്വമേക്ഷയ, അർഹത്വം ഈക്ഷയ. ദേവാക്ഷേത്രാണി തീർത്ഥാനി
ദേവാഹ ദേവന്മാരും, ക്ഷേത്രാണി ക്ഷേത്രങ്ങളും, തീർത്ഥാനി തീർത്ഥങ്ങളും, ദർശന സ്പർശന അർച്ചന ദർശനം, സ്പർശനം, അർച്ചന എന്നിവയാൽ ശനൈ മന്ദം മന്ദം കാലേന കാലം കൊണ്ട് പുനന്തി. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അമ്മയാനി തീർത്ഥാനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ക്ഷേത്രങ്ങള്, തീർത്ഥസ്ഥാനങ്ങള്, പിന്നെ വിഗ്രഹങ്ങൾ, ഇവയെല്ലാം നമ്മൾ ആരാധിച്ചാൽ നമുക്ക് അന്ധകരണ ശുദ്ധി വരും. അത് എപ്പോഴാണ്? കാലം കൊണ്ട്, കുറേ കാലമെടുക്കും. കാലം കൊണ്ട് പുനന്തി, ശുദ്ധമാക്കുന്നു. അഹർത്തമ ഈക്ഷയ. അപ്പൊ ഇവരുടെയോ, അഹർത്തമന്മാരുടെ ആണെങ്കിലോ, പരമജ്ഞാനികളായ ബ്രാഹ്മണരുടെ ദർശനം കൊണ്ട് തദപി അതിനേക്കാൾ വേഗം ശുദ്ധമാകുന്നു. അപ്പൊ ബ്രാഹ്മണരെ കണ്ട മാത്രം തന്നെ എന്ത് ചെയ്യുന്നു? പരിശുദ്ധി ഉണ്ടാകും, അന്ധകരണ ശുദ്ധി ഉണ്ടാവും. നേരെ മറിച്ച് തീർത്ഥങ്ങളും ദേവതകളും പിന്നെ മറ്റു തീർത്ഥസ്ഥാനങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ആണെങ്കിലോ, ദേവന്മാരും ഒക്കെ ആണെങ്കിലോ വളരെ കാലം കൊണ്ട് മാത്രമേ അന്ധകരണ ശുദ്ധി വരുത്തുന്നുള്ളൂ. അതുകൊണ്ട് ബ്രാഹ്മണന്മാരാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ദർശന മാത്രയിൽ തന്നെ അന്ധകരണ ശുദ്ധി വരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ബ്രാഹ്മണരെ കൂടുതൽ ആരാധിക്കണമെന്ന് പറയുകയാണ്. ദേവാക്ഷേത്രാണി തീർത്ഥാനി ദർശന സ്പർശനാർച്ചനൈഹി ശനൈ പുനന്തി കാലേന തദപ്യ അർഹത്വം ഈക്ഷയാം. ശ്ലോകം 53. ബ്രാഹ്മണോ ജന്മനാ ശ്രേയാൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ തുഷ്ട്യാ കിമു മത്കലയായുധഃ. സർവേഷാം ബ്രാഹ്മണഃ ജന്മനാ ശ്രേയാൻ സർവേഷാം പ്രാണിനാം ഇഹ. സർവേഷാം പ്രാണിനാം, സകല പ്രാണികൾ വച്ച് ഇഹ ഈ ലോകത്തിൽ ബ്രാഹ്മണൻ ജന്മനാ ജന്മം കൊണ്ടും, തപസ്സുകൊണ്ടും, വിദ്യ കൊണ്ടും, തുഷ്ട്യ സന്തോഷം കൊണ്ടും, ശ്രേയാൻ ശ്രേഷ്ഠനാകുന്നു. അപ്പൊ സകല പ്രാണികളുടെയും മധ്യത്തിൽ വെച്ച് ബ്രാഹ്മണരാണ് ശ്രേഷ്ഠൻ. കാരണം എന്താണ്? തപസ്സുകൊണ്ടും, വിദ്യ കൊണ്ടും, സന്തോഷം കൊണ്ടും എല്ലാം അവര് ശ്രേഷ്ഠരാണ്. മത്കലയ, എന്റെ അംശത്തോട് ചേർന്നവൻ കിമു, പിന്നെ പറയണോ? അപ്പൊ ഇവരൊക്കെ ആരാണ്? എന്റെ ഭക്തന്മാരാണ് ഈ ബ്രാഹ്മണർ. അപ്പൊ അതുകൊണ്ട് എന്റെ അംശത്തോട് ചേർന്നവരായതുകൊണ്ട് പിന്നെ അവര് ശ്രേഷ്ഠന്മാരെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? ഇപ്പൊ ബ്രാഹ്മണർ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. ബ്രാഹ്മണോ ജന്മനാ ശ്രേയാൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ തുഷ്ട്യ കിമു മത്കലയായുധ. ശ്ലോകം 54. ഞാൻ ബ്രാഹ്മണാൻമേ ദൈതം രൂപമേ ഏതത് ചതുർഭുജം സർവവേദമയോ വിപ്ര സർവദേവമയോ ഹ്യഹം. ന ബ്രാഹ്മണാൻ മേ ദൈതം രൂപം ഏതത് ചതുർഭുജം മേ, എനിക്ക് ചതുർഭുജം 4 കൈകളോടുകൂടിയ ഏതത് രൂപം, ഈ രൂപം ബ്രാഹ്മണനേക്കാൾ ന ദൈതം ഇഷ്ടമുള്ളതല്ല. അപ്പൊ എന്റെ 4 കൈകളോടുകൂടി എന്റെ ഈ സ്വരൂപം എനിക്ക് ബ്രാഹ്മണനേക്കാൾ പ്രിയമുള്ളതല്ല. അപ്പൊ എന്നേക്കാൾ പ്രിയം ആരെയാണ്? ബ്രാഹ്മണരെയാണ്. വിപ്ര, ബ്രാഹ്മണൻ സർവവേദമയ, സർവവേദ സ്വരൂപനാണ്. അഹം ഹി, ഞാനാകട്ടെ സർവദേവമയഹ, സർവദേവസ്വരൂപനാണ്. അപ്പൊ ഞാൻ സർവദേവസ്വരൂപൻ, പക്ഷെ ബ്രാഹ്മണരോ സകല വേദസ്വരൂപൻ, സകല വേദങ്ങളുടെയും സ്വരൂപമാണ് ബ്രാഹ്മണർ. അപ്പൊ അതുകൊണ്ട്, അതായത് പണ്ടുകാലത്ത് ബ്രാഹ്മണരാണല്ലോ വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് എല്ലാം വേദവിത്തുക്കൾ എന്നാണ് പറയുന്നത്. അപ്പൊ അവര് വേദസ്വരൂപനാണ് എന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്നേക്കാള്, ഞാനാണെങ്കിലോ ദേവസ്വരൂപനാണ്, അവര് വേദസ്വരൂപമാണ്. അതുകൊണ്ട് എന്നേക്കാൾ അവരെ വേണം കൂടുതൽ ആരാധിക്കേണ്ടത്. അപ്പൊ ബ്രാഹ്മണ ആരാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ന ബ്രാഹ്മണാൻമേ ദൈതം രൂപമേതത് ചതുർഭുജം സർവദേവ വേദമയോ വിപ്ര സർവദേവമയോ ഹ്യഹം. ശ്ലോകം 55. ദുഷ്പ്രജ്ഞ അവിദ്വൈവം അവ ജാനന്ത്യ അസൂയവഃ ഗുരുമാം വിപ്ര ആത്മാനം അർച്ചാദൗ ഇജ്യദൃഷ്ടയഃ. ദുഷ്പ്രജ്ഞ അവിദിത്വ ഏവം അപജാനന്തി അസൂയവഃ ഗുരുമാം വിപ്രം ആത്മാനം അർച്ചാദൗ ഇജ്യ ദൃഷ്ടയഃ. അവിടെ അർച്ചാദാവിജ്യ ദൃഷ്ടയഃ,
ശ്രദ്ധിക്കുമ്പോൾ അർച്ചാദൗ ഇജ്യ ദൃഷ്ടയ എന്ന് വരും. അസൂയവഹ ദോഷദർശനമുള്ളവരും ദുഷ്പ്രജ്ഞ ആയവർ ഏവം ഇപ്രകാരം അവിത്വ അറിയാഞ്ഞിട്ട് അർച്ചാദൗ പ്രതിമാദികൾ ഇജ്യദൃഷ്ടയ പൂജ്യബുദ്ധികളായിട്ട് ഗുരും ഉപദേഷ്ടാവായും മാം ഞാനായും ആത്മാനം ആത്മാവമായിരിക്കുന്ന ബ്രാഹ്മണരെ അവജാനന്തി അവമാനിക്കുന്നു. അപ്പൊ ദുഷ്ടബുദ്ധികൾ, പരഗുണത്തിൽ ദോഷത്തെ ആരോപിക്കുന്ന ദുഷ്ടബുദ്ധികൾ, അവർ പ്രതിമകളിലാണ് പൂജ്യതാബുദ്ധിയോടുള്ളത്, പ്രതിമയാണ് കൂടുതൽ ആരാധിക്കുന്നത്. അപ്പൊ ബ്രാഹ്മണരെ ആരാധിക്കുന്നില്ല, അവർ വേദജ്ഞാനികളാണ്. അതിനാൽ ഗുരുവായും എന്നെ അറിഞ്ഞവനാകയാൽ ഞാനായി തന്നെ ഇരിക്കുന്ന ആത്മസ്വരൂപനായിരിക്കുന്ന ബ്രാഹ്മണരെ അവരെ അപമാനിക്കുന്നു. ദുഷ്ടന്മാർ ബ്രാഹ്മണരെ അവമാനിക്കുന്നു. അപ്പൊ എനിക്കിഷ്ടം ബ്രാഹ്മണരെ സേവിക്കുന്നതാണ്. അതുകൊണ്ട് നീയും ബ്രാഹ്മണരെ സേവിക്കണം. ദുഷ്പ്രജ്ഞ അവിദ്വൈതം അവജാനന്ത്യ സൂയവ ഗുരുമാം വിപ്രമാത്മാനം അർച്ചാദൗ ഇജ്യദൃഷ്ടയാം. ശ്ലോകം 56. ചരാചരമിതം വിശ്വം ഭാവായേ ചാസ്യ ഹേതവ മദ്രൂപാണീതി ചേതസ്യാദത്തെ വിപ്രോമദീക്ഷയാം. ചരാചരം ഇതം വിശ്വം, ചരവും അചരവുമായ ഈ ലോകവും അസ്യ ഇതിന്റെ ഹേതവ കാരണങ്ങളായ ഭാവാഹ ഏതൊരു ഭാവങ്ങളും വിപ്രൻ മദീക്ഷയ എന്റെ ദർശനം കൊണ്ട് മദ്രൂപാണീതി എന്റെ രൂപങ്ങളെന്ന് ചേതസി മനസ്സിൽ ആദത്തെ ധരിക്കുന്നു. അപ്പൊ ബ്രാഹ്മണർ ചരാചരാത്മകമായ ഈ ലോകത്തെയും ഇതിന്റെ കാരണമായ മഹത്വാദി തത്വങ്ങളെയും എന്റെ സ്വരൂപമായിട്ട് കാണുന്നു. അവൻ എല്ലാറ്റിലും എന്റെ സ്വരൂപത്തെ കാണുന്നവനാകുന്നു. അതുകൊണ്ട് അവനും ലോകവും ഞാനും അവന്റെ ദൃഷ്ടിയിൽ ഭിന്നങ്ങളായിരിക്കുന്നില്ല. ഇങ്ങനെ സർവാത്മഭാവം അവനുള്ളതിനാൽ അവൻ സർവാധികൻ. ഈ ഭാവമാണ് ഉത്തമ ബ്രാഹ്മണ ലക്ഷണമെന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിത്തുക്കളാണ്, ബ്രഹ്മത്തെ അറിയുന്നവരാണ് ബ്രാഹ്മണർ. അപ്പൊ എല്ലാത്തിലും എന്റെ സ്വരൂപത്തെ കാണുന്നവനാണ് ബ്രാഹ്മണൻ. അപ്പൊ അവനും ലോകവും ഞാനും ഒന്ന് തന്നെയാണ് എന്ന് പറയുകയാണ്. ചരാചരമിതം വിശ്വം ഭാവായേ ചാസ്യ ഹേതവ മദ്രൂപാണീതി ചേതസ്യ ആദത്തെ വിപ്രോമദീക്ഷയ. ശ്ലോകം 57. തസ്മാത് ബ്രഹ്മ ഋഷീനേതാൻ ബ്രഹ്മന്മത് ശ്രദ്ധയാർച്ചയ ഏവം ചേത് അർച്ചിതോ അസ്മി അർത്ഥ നാന്യഥാ ഭൂതിഭിഃ. തസ്മാത് ബ്രഹ്മ ഋഷീൻ ഏതാൻ, തസ്മാത് ബ്രഹ്മൻ, തസ്മാത് അതുകൊണ്ട് ബ്രഹ്മൻ, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഏതാൻ ബ്രഹ്മ ഋഷി ഈ ബ്രഹ്മ ഋഷികളെ, അതായത് എന്റെ കൂടെ വന്ന ഈ ഋഷിമാർ മുനിമാർ, മത് ശ്രദ്ധയാർച്ചയ എന്നിലുള്ള ശ്രദ്ധയോടുകൂടി അർച്ചയ പൂജിച്ചാലും, ഏവം ചേത് ഇങ്ങനെയാണെങ്കിൽ, അർത്ഥ ഏവം ചേർത്ത് അർച്ചിത അസ്മി അർത്ഥ സാക്ഷാത്തായിട്ട് അർച്ചിത ഞാൻ പൂജിക്കപ്പെട്ടവനായിട്ട് അസ്മി ഭവിക്കുന്നു. ബ്രാഹ്മണരെ പൂജിച്ചാൽ ഞാനും പൂജിക്കപ്പെട്ടവനായി ഭവിക്കുന്നു. അന്യഥ അങ്ങനെ അല്ലെങ്കിലോ ഭൂരിഭൂതിഭി ബഹുക്കളായ ഐശ്വര്യം കൊണ്ടും ഇല്ല. അപ്പോ ബ്രാഹ്മണരെ ശരിയായിട്ട് പൂജിച്ചാൽ എന്നെ പൂജിച്ചതിന് തുല്യമാണ്. ഇനി അവരെ പൂജിച്ചില്ലെങ്കിൽ എന്നെ പൂജിക്കാത്തതുപോലെയാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് എന്റെ കൂടെ വന്ന ഈ ബ്രഹ്മർഷികളെ ശ്രദ്ധയോടെ പൂജിക്കുക. എന്റെ ഭക്തന്മാരെ എല്ലാം എന്നെ പോലെ തന്നെ പൂജിക്കണം. അവരെ പൂജിച്ചാൽ എന്നെ ശരിയായി പൂജിക്കുന്നു എന്നാണ് അറിയേണ്ടത്. അപ്രകാരമല്ലെങ്കിൽ ഈ ധനാദികൾ കൊണ്ടും ഈ നൈവേദ്യം കൊണ്ടും ഉണ്ടാക്കി പൂജിച്ചാലും ശരിയായി പൂജിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തസ്മാത് ബ്രഹ്മ ഋഷീനേതാൻ ബ്രഹ്മന്മത് ശ്രദ്ധയാർച്ചയ ഏവം ചേതർച്ചിതോ അസ്മി അർത്ഥ നാന്യഥ
ഭൂരിഭൂതിഭിः. ശ്ലോകം 58. ശ്രീശുകോവാച സയിത്തം പ്രഭുണാദിഷ്ട സഖകൃഷ്ണാൻ ദ്വിജോത്തമാൻ ആരാധ്യൈകാത്മഭാവേന മൈഥിലശ്ചാപ സദ്ഗതിം. അപ്പൊ ശ്രീശുകൻ പറയാണ് സഹ ഇത്തം പ്രഭുണ ആദിഷ്ട. ഇത്തം ഇപ്രകാരം പ്രഭുണ പ്രഭുവിനാൽ ആദിഷ്ട ആദേശിക്കപ്പെട്ട ഇപ്രകാരം ഭഗവാൻ ഉപദേശിച്ച സഹ അവനും, അതായത് ശ്രുതദേവനും, മിഥില രാജാവും സഹകൃഷ്ണൻ കൃഷ്ണനോടുകൂടിയ ദ്വിജോത്തമൻ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ ഐകാത്മഭാവേന ഏകാത്മഭാവത്തോട് ആരാധ്യ പൂജിച്ചിട്ട് സദ്ഗതി മോക്ഷത്തെ പ്രാപിച്ചു. അപ്പോൾ ഭഗവാൻ ഇപ്രകാരം മിഥില രാജാവിനോട് ഉപദേശിച്ചു, അതുപോലെ തന്നെ ശ്രുതദേവന് ഉപദേശിച്ചു. അപ്പൊ രണ്ടുപേരും ഭഗവാന്റെ ഉപദേശാനുസരണം തന്നെ എന്ത് ചെയ്തു? ദ്വിജശ്രേഷ്ഠന്മാർ ഭഗവാൻ എന്ന് വിശ്വസിച്ച് അവരെ പൂജിച്ചു വന്നു. അങ്ങനെ അവസാനം അവർ മോക്ഷഗതിയെ പ്രാപിക്കുകയും ചെയ്തു. ശ്രീശുകോവാച സയിത്തം പ്രപുണാദിഷ്ട സഖകൃഷ്ണാൻ ദ്വിജോത്തമാൻ ആരാധ്യൈക ആത്മഭാവേന മൈഥിലച്ചാപസദ്ഗതിം. ശ്ലോകം 59. ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വാദിശ്യ സന്മാർഗം പുനർദ്വാരവതീമഗാത്. ഏവം സ്വഭക്തയോ രാജൻ ഹേ രാജാവേ, ഭക്തഭക്തിമാൻ ഭക്തന്മാരിൽ ഭക്തിയുള്ളവനായ ഭഗവാൻ ഈശ്വരൻ ഏവം ഇപ്രകാരം സ്വഭക്തയോഹോ തന്റെ ഭക്തന്മാരായ രണ്ടുപേർക്കും, ആർക്ക്? ശ്രുതദേവനും ബഹുലാശ്വനും സന്മാർഗം വേദപ്രവൃത്തി മാർഗത്തെ ആദിശ ഉപദേശിച്ചിട്ട് ഉഷിത്വ അവരോട് താമസിച്ചിട്ട് പിന്നെ ദ്വാരകയെ അഗാത് പ്രാപിച്ചു. അപ്പൊ ഭക്തിയുള്ളവരിൽ പ്രേമഭക്തിയോടുകൂടിയ ഭഗവാൻ സ്വഭക്തന്മാരായ ശ്രുതദേവനും ബഹുലാശ്വനും ഇപ്രകാരം വേദങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് കുറെ നാൾ അവരെ കൂടെ താമസിച്ചു. പിന്നീട് ദ്വാരകയെ പ്രാപിച്ചു. അങ്ങനെ തന്റെ ഭക്തന്മാരെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ബഹുലാശ്വൻ എന്ന് വെച്ചാൽ രാജാവാണ്. ബഹുലാശ്വൻ ആ രാജപ്രൗഢിയോടുകൂടിയാണ് സ്വീകരിച്ചത്. പക്ഷെ ഇവിടെ ശ്രുതദേവനാണെങ്കിലോ തനിക്ക് കിട്ടിയ പല മൂലങ്ങൾ കൊണ്ട് കുശപ്പുല്ലിലാണ് ഇരുത്തിയത്. രാജാവ് സിംഹാസനത്തിലിരുത്തിയപ്പോൾ ഇവിടെ കുശപ്പുല്ലിലാണ്. പക്ഷെ ഇത് രണ്ടും ഭഗവാൻ ഇഷ്ടം തന്നെയാണ്. അതാണ് പത്രം പുഷ്പം ഫലം തോയം ഏമേ ഭക്തിയാ പ്രയച്ചതി. ഭക്തിയോടുകൂടി ഒരു ഇലയോ പൂവോ എന്ത് ഫലമോ തന്നാലും ഭക്തിയോടുകൂടിയാണെങ്കിൽ ഭഗവാൻ വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുന്നു. അപ്പൊ രണ്ടുപേരും സ്വീകരിച്ച രീതി വ്യത്യാസമാണ്. പക്ഷെ രണ്ടുപേരെയും ഭഗവാൻ ഒരുപോലെയാണ് അനുഗ്രഹിച്ചത്. രണ്ടുപേരും ഭഗവാന്റെ ഭക്തന്മാര് തന്നെയാണ്. ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വാദിശ സന്മാർഗം പുനർദ്വാരവതീമഗാ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ശ്രുതദേവാനുഗ്രഹോ നാമ ഷഡശീതി തമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.